കീം പരീക്ഷാഫലം മാറിമറിഞ്ഞപ്പോൾ എത്ര കുട്ടികളാണ് അതിൽ ആശങ്കയായിരിക്കുന്നത്? പ്രതീക്ഷയിലായിരുന്നു പലരും. പത്തനംതിട്ട കുമ്പഴ സ്വദേശി വിദ്യാർത്ഥി ആൽബിൻ റെജി വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ നിരാശയിലായി ഈ വിദ്യാർത്ഥി. +2 മാർക്ക് പരിഗണിക്കാതെ കീം പ്രവേശന പരീക്ഷാ മാർക്ക് മാത്രം പരിഗണിച്ചാൽ ആർക്കും പരാതി ഉണ്ടാകില്ലെന്നാണ് ആൽബിൻ റെജി പറയുന്നത്. കേൾക്കൂ. കീം പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ നിരാശയിലായത് കേരള സിലബസ് വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ നമ്മോടൊപ്പം പത്തനംതിട്ട കുമ്പഴ സ്വദേശി ആൽബിൻ രാജാണുള്ളത്. ആദ്യം എത്രാമത്തെ റാങ്ക് ആയിരുന്നു? ആദ്യം 2685 ആയിരുന്നു. ഇപ്പോൾ പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ എത്രയാണ് റാങ്ക്? 2711. അപ്പോൾ എത്ര കുറവ് വന്നു? 26. അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ? അഡ്മിഷന് പ്രശ്നമാകുമോ? നമുക്ക് നല്ല കോളേജ് കിട്ടാൻ ചാൻസസ് കുറയും. ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് പ്രകാരം, ആ റാങ്ക് പ്രകാരം എന്തായിരുന്നു ഒരു പ്രതീക്ഷ? നമുക്ക് കിട്ടിയത് വെച്ച് നല്ലൊരു പ്രതീക്ഷയായിരുന്നു. നമുക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് ബെറ്റർ കോളേജ് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ 26 റാങ്ക് താഴെ പോകുമ്പോൾ നമുക്ക് അത്ര ചാൻസസ് കുറയുക ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ റാങ്ക് അത് പ്രകാരം ഏത് കോളേജിലൊക്കെ നമുക്ക് സാധ്യതയുണ്ടായിരുന്നു അഡ്മിഷൻ കിട്ടാൻ? ഗവൺമെൻറ് ഉറപ്പായിരുന്നു. ഇപ്പം അത്യാവശ്യം ടോപ്പ് ഗവൺമെൻറ് കോളേജ് കിട്ടാൻ ചാൻസസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഈ റാങ്ക് താഴുമ്പോൾ ചാൻസസ് കുറയുക ചെയ്യുന്നത്. ഇപ്പോൾ ഈ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു പ്രതിസന്ധി ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണെന്ന് അതെങ്ങനെയാണ് തോന്നുന്നത് മനസ്സിൽ? പുതിയ ഫോമുലയാണെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ട് ഓരോരുത്തർ ഓരോ പരാതി പറയുന്നുണ്ട്. അത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ വർഷം തൊട്ടാണ് വീണ്ടും ഇട്ടപ്പോഴും ഇത്രയും വിഷയമായത് സർക്കാർ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ സ്റ്റേറ്റ് ബോർഡ് പഠിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര റാങ്ക് കുറഞ്ഞത്. ഇപ്പം ഞാനിപ്പോൾ CBSE സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് 6 മാർക്ക് കൂടും. ICSE ആണെങ്കിൽ 5 മാർക്ക് കുറയുന്നുണ്ട്. അപ്പം സ്റ്റേറ്റ് ബോർഡ് പഠിച്ചെന്ന് മാത്രം എനിക്ക് 5-6 മാർക്ക് കുറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ റിപ്പീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 27 മാർക്കോളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് 2 മാർക്ക് കുറഞ്ഞുകൊണ്ട് എനിക്ക് 26 റാങ്ക് താന്നെങ്കിൽ 27 മാർക്ക് കുറഞ്ഞാകുന്ന അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാരണം ഓരോ വർഷം കറിഞ്ഞ് ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരു വർഷം കറിഞ്ഞ് വീണ്ടും പ്രതീക്ഷ പോകുന്ന അവസ്ഥയാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത്. സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ഇനി ചെയ്യേണ്ടത്? ഇനി ചെയ്യാനുള്ളത് പെട്ടെന്ന് സ്പീഡപ്പ് ആക്കുക. കീം സ്കോർ മാത്രം നോക്കി ഒന്നുകൂടി റാങ്ക് ലിസ്റ്റ് റീഷെഡ്യൂൾ ചെയ്യുക. അവിടെ ആകുമ്പോൾ CBSE ICSE അങ്ങനെ ബോർഡ്സ് ഒന്നുമില്ല. അവരെഴുതിയ പരീക്ഷ അവർ മാർക്ക് വാങ്ങിക്കുന്നു, അനുസരിച്ച് അഡ്മിഷൻ ചെയ്യുന്നു. അതായത് ഇപ്പോൾ +2 മാർക്കോടെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിന് പകരം പ്രവേശന പരീക്ഷയുടെ മാർക്ക് മാത്രം കണക്കാക്കുന്നത്, അതാണോ നിങ്ങളുടെ അഭിപ്രായം? അത് തന്നെ നല്ലത്. അതാകുമ്പോൾ CBSE എന്നില്ല, സ്റ്റേറ്റ് എന്നില്ല, ICSE എന്നില്ല. അവരൊരു കീം പരീക്ഷ എഴുതി അത് മാർക്ക് കിട്ടുന്നു, അത് വെച്ച് അഡ്മിഷൻ എടുക്കുന്നു. അതാകുമ്പോൾ അതൊക്കെ എല്ലാവർക്കും ഫെയർ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. കീം പ്രവേശന പരീക്ഷയുടെ മാർക്ക് മാത്രം മാനദണ്ഡമാക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് സിലബസിൽ പഠിച്ചവർക്കാണെങ്കിലും അത് പ്രശ്നമാകില്ല എന്നാണ് ഇവരെ പോലെയുള്ള കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.